ആസാമിലേക്ക് ഇവർ കുറേ സാധനങ്ങളൊന്നും കൊണ്ടുപോയിട്ടുണ്ട്. രണ്ട് മൂന്ന് വർഷമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതാണ്. അവിടെ കൊണ്ടുപോയാൽ തന്നെ ഇപ്പോൾ റംബൂട്ടാൻ കായ്ച്ചിട്ടുണ്ട്, പിന്നെ ചക്ക കായായിട്ടുണ്ട്, അങ്ങനെ പല സാധനങ്ങളും കായായതുണ്ട്. ആ കായായ സാധനങ്ങൾ പിന്നെ വേറെ എന്തൊക്കെയോ കവുങ്ങ് വലിയ കിഴങ്ങായിട്ടുണ്ട്. അതുപോലുള്ള എല്ലാം ഒരുപാട് സാധനം ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട്. ഇന്നിപ്പോൾ കൊണ്ടുപോകുന്നതാ ജാക്ക് ഫ്രൂട്ട്. ഇപ്പം ചക്ക, അതെ, ജാക്ക് ഫ്രൂട്ട് ഇപ്പോൾ അവിടെ കായായിട്ടുണ്ട്. വീണ്ടും ഒന്ന് കൊണ്ടുപോവാണ് കേട്ടോ. ഏതാ ജമ്പൂട്ടിക്കാവ മരമുന്തിരിയാണ്. ഇതും അവിടെ കായ്ക്കും. ആസാമിലേക്ക് ഇവിടെ നിന്ന് പലപ്പോഴും ആളുകൾ ഇവിടെ വരുന്ന, ആസാമിൽ താമസിക്കുന്ന പല ആളുകളും വരുമ്പോൾ പല ആളുകളും തൈകൾ എടുത്ത് പോകാറുണ്ട്. അതിൽ അത് ആസാമിൻ്റെ കാലാവസ്ഥ നമ്മളിവിടെ ചെറിയൊരു ബന്ധമുണ്ട് തോന്നുന്നുണ്ട്. ഇവിടെയുള്ള പല സാധനങ്ങളും അവിടെ കായ്ക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. പിന്നെ ഇത് കുരുമുളക് അവിടെ കായ്ച്ചായിട്ട് നല്ല കായ് വരും. കുരുമുളകിന് അവിടെ നന്നായിട്ട് കായ വരുന്ന പറഞ്ഞത്. കായുള്ള വള്ളി തന്നെ എടുത്തത്, നല്ലൊരു വള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പുലാസാൻ, നല്ല ഒരു ഇനം പഴമാണ്. റംബൂട്ടാൻ്റെ ടൈപ്പിൽ, അതിനേക്കാളും രുചികരമാണ് ഈ പഴം. അതിനേക്കാളും രസം ഉണ്ടാവും ഈ പഴം. നല്ല രുചിയുള്ള പഴമാണ്. സീസണാണ്. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം വരെ കായ കാണുന്നുണ്ട്. എന്നാൽ തന്നെ ഓൾ സീസണാണ്. ഗ്രാമ്പ് അവിടെ ഇല്ലേ? ഇതവിടെ കണ്ടോ? അത് നാട്ടിൽ കായ് കണ്ടില്ല. പിന്നെ ഇവിടെയൊക്കെ പോയി പൂത്ത, ഞങ്ങളിപ്പോൾ അടുത്ത സമയത്ത് ഒരു വീഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പൂത്ത ഒരു സമയമാണ്. ഇവിടെ അടുത്ത ഒരു വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. മലയാളത്തെ എന്താ പേര്? ഇത് ഗ്രാമ്പു. പിന്നെ പപ്പായ നെല്ലേടിൻ്റെ തൈയാണ്. ഇത് ചെറിയത് തൈ വരും അല്ലേ? ഓ, ചെറിയത് ഒന്ന് ചരിച്ചിങ്ങനെ വെച്ചാൽ ഇങ്ങനെ നട്ടാൽ വീഴും, ഉയരം വരും. ഇങ്ങനെ നന്നായിട്ട് കായ വരും. দোস্ত মই আজি এটা কেৰেলাৰ এটা নাৰ্চাৰীত আহিছোঁ। এইটো কেৰেলাৰ দাদা হয়। ইয়াৰ লগত মই বহুত বছৰ আগতে মই ইয়াৰ পৰা মাল লৈ গৈছিলোঁ। আজি মই ফিৰ আকৌ আহিছোঁ। এইবিলাক ফল মই গছ ল'লোঁ। আৰু এইটো হয় আপোনাৰ জাবুটি কাবা, এই দুটো হয়, এইটো গোলাপ জাম হয়, আপনার রঙা কাঁঠাল আর কি, আর আপনার এইটো পাপিয়ার গাছ আর কি, মধু ফল। এইটো মানে সৰুতে ধৰে আৰু ফল এলে চেৰিয়ালে কাঢ়িব আৰু ওলে। আপোনালোকৰ যদি গছ গাড়াত যদি ইচ্ছুক থাকে মোৰ লগত যোগাযোগ কৰিব। মোৰ নাম্বাৰটো 7012052644। মোৰ ঘৰত বহুত এটা ধুনীয়া নাৰ্চাৰী আছে। যিকোনো ফল যদি লাগে মোৰ লগত যোগাযোগ কৰিব, ইনশাল্লাহ পাই যাব। আজি ভিডিওটা ইমানে। যদি ভিডিওটা চাই যদি ভাল লাগে চেনেলটো সাবস্ক্রাইব করব, লাইক করব, শেয়ার করব। ধন্যবাদ।